എല്ലാ മക്കൾക്കും അമ്മയുടെയും നമ്മുടെ കുടുംബത്തിന്റെയും തിരുവോണ ആശംസകൾ. ഹായ് ഹലോ, രാജു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നമ്മുടെ കുട്ടികളൊക്കെ പറയുന്നുണ്ടല്ലേ, ഇപ്പൊ ഒന്ന് തിരുവോണാണ്, സന്തോഷമായി ഇരിക്കുകയാണ് എല്ലാവരും അല്ലേ. അപ്പോൾ അതിലും സന്തോഷം വരാൻ അടുത്തൊരു ഓണം വരുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ സമ്പൽ സമൃദ്ധമാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വീട്ടിലെന്ന് പറഞ്ഞുതരാൻ വരികയാണ് കേട്ടോ അമ്മ ഒന്ന്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് തിരുവോണം, ഈ തിരുവോണം തൊട്ട് 16-ാമത്തെ ദിവസം ഒരാൾ വരുന്നുണ്ട് നമ്മളെ മഹാബലി തമ്പുരാൻ വരുന്ന ദിവസമാണ് തിരുവോണം അല്ലേ. അപ്പൊ മഹാബലി തമ്പുരാന്റെ മകനായ ബാണാസുരൻ, അതായത് നമ്മളെ ശിവഭഗവാന്റെ പരമഭക്തനായിരുന്നു ബാണാസുരൻ. 1000 കൈകളുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് വിശ്വാസമാവാനുണ്ട്. മകനും കൂടിയും പ്രജകളുടെ സൗഖ്യം അന്വേഷിക്കാൻ വരികയാണ്. അതിനാണ് നമ്മൾ 16 ദിവസം ഓണം കഴിഞ്ഞിട്ട് 16-ാം ദിവസം വരെ നമ്മൾ പൂവിടുന്നത്. മഹാബലി തമ്പുരാന്റെ മകൻ ബാണാസുരൻ വരുന്ന ദിവസത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് നമുക്ക് ഈ തിരുവോണം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അതുവരെ നമ്മൾ നല്ല വൃത്തിയോടും ശുദ്ധിയോടും കൂടി പൂവൊക്കെ ഇട്ട് ചാണകമൊക്കെ മെഴുകിയ മുറ്റം ചാണക ശുദ്ധിയൊക്കെ വരുത്തിയിട്ടൊക്കെ അങ്ങനെയാണ് അല്ലേ. അത് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ പൂവിടലൊക്കെ നിർത്തും. പിന്നെ 16-ാം മകത്തിന്റെ അന്നേ പൂവിടുന്നു. അതുപോരാ. അപ്പൊ നമ്മൾ 16-ാം മകം വരെ നമ്മൾ പൂവിടണം. അപ്പൊ നമ്മളെ വീട് എങ്ങനെ വേണം? വൃത്തിയും ശുദ്ധിയും ഒക്കെ വേണം കേട്ടോ. അപ്പൊ നമ്മൾക്ക് മഹാബലി തമ്പുരാന്റെ മകൻ വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് സന്തോഷാവട്ടെ, ആ വീട്ടിലെ എല്ലാ വീട്ടിലേക്കും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കട്ടെ. അതിനൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു വെക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തു വെച്ചാൽ അടുത്ത വർഷം മഹാബലി തമ്പുരാൻ വരുമ്പോഴേക്ക് തന്നെ, അദ്ദേഹത്തിന്റെ മകൻ വരുമ്പോഴേക്ക് തന്നെ നമ്മളെ വീട്ടില് എല്ലാവിധ സമ്പൽ സമൃദ്ധമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിനെന്തൊക്കെ ചെയ്തു വെക്കണം എന്നുള്ളത് അമ്മ പറഞ്ഞു തരാം ഈ വീഡിയോ കൂടെ. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കുറെ കുട്ടികളുണ്ട് വീഡിയോ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ വന്നിട്ട് കമന്റിൽ ചോദിക്കുകയാണ്, എന്താണ് അങ്ങടാണ് വാതില്, ഇങ്ങടാണ് വാതില്, അതെന്താ വെക്കേണ്ട, മറ്റേത് ഒന്നും മുഴുവൻ ശ്രദ്ധിക്കുന്നില്ല കുട്ടികളെ. അപ്പൊ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ പൊന്നു മക്കളെ. അമ്മക്ക് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അടുക്കള പണിയുടെ ഇടയിൽ കൂടെ അമ്മ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ ചിലപ്പോൾ അമ്മയ്ക്ക് സമയം കിട്ടിയെന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരോടും മറുപടി പറയണമെന്നുണ്ടാവും അമ്മയ്ക്ക്. നമ്മുടെ ചില അസുഖങ്ങളും ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ള ആളാണേ. അമ്മയ്ക്ക് ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യം ഉണ്ടാവും. അന്നത്തെ ദിവസമാവും നിങ്ങൾ ഈ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അമ്മയ്ക്ക് അവിടെ നിന്ന് ഫോൺ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അമ്മ ഒരു സ്നേഹചിഹ്നം തരുന്നത് അതുകൊണ്ടാണ്, ഒന്നും കരുതരുത് കേട്ടോ. അപ്പൊ അന്നത്തെ നമുക്ക് ഈ തിരുവോണം നാളില് അന്ന് വേണമെന്നില്ല, ഈ 16-ാം മകത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ വീട്ടില് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെക്കണം. അപ്പൊ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടാനിലേക്ക് ഇട്ട് ഉപ്പൊന്നും എടുക്കരുത് കേട്ടോ. പുതിയ കല്ലുപ്പിന്റെ പാക്കറ്റ് നിങ്ങൾ ഓണായിട്ട് ഒരു എല്ലാ സാധനങ്ങളുടെയും കൂടെ നമ്മൾ ആദ്യം വാങ്ങേണ്ട സാധനം കല്ലുപ്പ് തന്നെയാണ്. അതിന്റെ ശേഷമുള്ളൂ നമുക്ക് എല്ലാത്തിനും പ്രാധാന്യം. ഓണക്കോടി എടുക്കണ്ടെന്നല്ല, ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങണ്ടെന്നല്ല, എല്ലാം വാങ്ങണം. പക്ഷെ എങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പുതിയ പാക്കറ്റ് കല്ലുപ്പ് നമ്മളെ വീട്ടിൽ എപ്പോഴും വേണം. ആ കല്ലുപ്പൊന്ന് പിന്നെ എടുക്കണതിന്റെ മുന്നേ പുതിയ പാക്കറ്റ് കൊടുത്തിട്ട് ആ പുതിയ പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ പഴയ ഉപ്പ് എടുക്കാവുള്ളൂ. അങ്ങനെ ഉപ്പിന് ഐശ്വര്യം വരുത്തണം കേട്ടോ വീട്ടില്. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു പുതിയ കല്ലുപ്പിന്റെ പാക്കറ്റ് തന്നെ വേണം ഇന്നത്തെ നമ്മൾ ഈ കർമ്മം ചെയ്യാനായിട്ടും. അപ്പൊ നമ്മൾ പുതിയൊരു കല്ലുപ്പിന്റെ പാക്കറ്റ് എടുത്തിട്ട് അതിന്ന് വേണം നമ്മൾ കല്ലുപ്പ് എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ എന്തിലാണ് കല്ലുപ്പ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മള് ഗ്ലാസിന്റെ ഒരു ബൗളില്, തുറന്ന ബൗളില്, അല്ലാതെ അടയ്ക്കണ കുപ്പിയിൽ എടുക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ തുറന്ന് അത് നമ്മൾ ഈ ആ സാധനം നമ്മൾ അടയ്ക്കണയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം അടച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ തുറന്ന് തന്നെ വെച്ചോളുണ്ട് കേട്ടോ. അപ്പൊ അത് എന്തിലാ എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെ ഒരു ബൗളില്, തുറന്ന ബൗളില്, വൃത്തിയുള്ള ഒരു ഗ്ലാസ് ബൗളില് കല്ലുപ്പ്, പുതിയ പാക്കറ്റിൽ നിർത്തുക. ഇത്ര കല്ലുപ്പ് നമുക്ക് ആദ്യം വെക്കണം. നമ്മളെ വീട്ടിലത്തെ എല്ലാവിധ നെഗറ്റീവ് എനർജിയും കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ മഹാലക്ഷ്മിയെ നമുക്ക് എന്താ പറയുക, ധനാകർഷണത്തിന്, മഹാലക്ഷ്മി നമ്മളെ വീട്ടിൽ കുടിയിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പ് പാത്രങ്ങളിലാക്കി വെച്ച്, ഇതിലൊന്നുമില്ലെങ്കിലും വെറും കല്ലുപ്പ് വെച്ചാൽ തന്നെ നമ്മളെ ലക്ഷ്മി ദേവി നമ്മളെ വീട് വിട്ടു പോവില്ല. നമ്മളെ വീട്ടിലത്തെ എല്ലാവിധ നെഗറ്റീവ് എനർജിയും തൂത്തെറിയപ്പെടും കേട്ടോ. അപ്പൊ നമ്മളെ പ്രധാനപ്പെട്ട ചേരുവ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻസ് നമ്മളെ കല്ലുപ്പ് തന്നെയാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ കല്ലുപ്പിൽ വെക്കേണ്ടതേ മഞ്ഞളാണ്. നമ്മളെ വീട്ടിലെ എല്ലാവിധ മംഗളകാര്യങ്ങളും നടക്കാൻ നമ്മളെ മഞ്ഞളിന് നല്ലൊരു ലക്ഷ്മി കടാക്ഷമുള്ള ഒരു ആവുകൊണ്ട് മഞ്ഞളിന് നല്ല കഴിവാണ്. നമ്മളെ വീട്ടില് പരിശുദ്ധി, ഏതുവിധ പരിശുദ്ധി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, തുളസി ചെടിയുടെ ഒപ്പം നമ്മളൊരു മഞ്ഞൾ നടണമെന്ന് പറയാൻ കാരണം അതാണ്. പരിശുദ്ധിയും കൂടി ഉണ്ടാവട്ടെ ലക്ഷ്മിയുടെ അടുത്ത്. അപ്പൊ കല്ലുപ്പ് മഹാലക്ഷ്മിയാണ്, പരിശുദ്ധിയും കൂടി വരട്ടെ. അപ്പൊ അതിന് നമ്മൾ മഞ്ഞൾ, ഇത്ര വലിയ മഞ്ഞളൊന്നും നമ്മളുടെ ഈ പാത്രത്തിൽ ഒതുങ്ങില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ. കണ്ടല്ലോ, ഇത്ര ചെറിയൊരു മഞ്ഞള് കണ്ടോ, അത് ഇങ്ങനെ വെച്ചാൽ മതി. കണ്ടല്ലോ,
മഞ്ഞൾ പുറത്ത് കണ്ടോട്ടെ, ഒരു ദോഷവും ഇല്ല. പിന്നെ നമുക്ക് വേണ്ടത് രണ്ടാമതായിട്ട് വയമ്പാണ്. അപ്പൊ നമ്മളെ വീട്ടിലെ എന്തെങ്കിലും വിധ ദൃഷ്ടിദോഷം നമ്മളെ വീട്ടിലുള്ളവർക്കോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തൂത്തെറിയപ്പെടും നമ്മളെ വയമ്പ് കല്ലുപ്പിൽ വെക്കുന്നതോട് കൂടിയിട്ട്. അപ്പൊ നമുക്ക് നെഗറ്റീവ് വൈബിനെ തൂത്തെറിയാൻ പറ്റും കഴിയുള്ള ഒരു സാധനമാണ് നമ്മളെ വയമ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വയമ്പിന് ഇത്ര വലുതൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല. അതിന് നമ്മൾ ചെറിയൊരു വയമ്പിന്റെ കഷ്ണം ഇത്രയേ വേണ്ടു നമുക്ക്, കണ്ടല്ലോ ഇത്ര പോകുന്നൊരു വയമ്പ്. അതും നമ്മൾ ഇതിലിങ്ങനെ മഞ്ഞളിന്റെ അടുത്ത് തന്നെ വയമ്പിനെ ഇങ്ങനെ വെക്കുക. നമുക്ക് ധനാകർഷണത്തിന് വേണ്ടിയിട്ട് പൂവുള്ളത് കേട്ടോ, 3 ഗ്രാമ്പു നമുക്ക് പൂവുള്ളത് വേണം. പൂവ് പൊട്ടി പോവണ്ട കേട്ടോ. ഇങ്ങനത്തെ 3 ഗ്രാമ്പു വേണം നമുക്ക്. അതിൽ 3 എണ്ണം ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഇതിന്റെ അടുത്ത് ഇങ്ങനെ കുത്തി വെക്കുക. അപ്പൊ അത് ധനാകർഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ധനവശ്യാണ് അതുകൊണ്ട് നടക്കണതേ. എല്ലാരും മറക്കാതെ കേട്ടോളൂ കേട്ടോ. ധനവശ്യത്തിനുള്ളതാണ്. കണ്ടല്ലോ, പൂവുള്ള 3 ഗ്രാമ്പു നമ്മൾ ഇതിന്റെ അടുത്ത് ഇങ്ങനെ കുത്തി വെക്കുക. പിന്നെ 3 ഏലക്കായ, അത് നമുക്ക് ലക്ഷ്മി കടാക്ഷം, മനസമാധാനം, ആ പോസിറ്റീവ് വൈബ് എല്ലാം അതുകൊണ്ട് വരും കേട്ടോ. നമുക്ക് ലക്ഷ്മി കടാക്ഷത്തിന് നമുക്ക് ഒന്നാമനാണ് നമ്മളുടെ ഈ സുഗന്ധദ്രവ്യങ്ങളാണ് ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടം. അത് കാരണമാണ് കേട്ടോ. അതും നമ്മൾ ഈ 3 ഏലക്കായ അവിടെ ഈ ഗ്രാമ്പൂന്റെ അടുത്ത് ഇങ്ങനെ വെക്കണം കേട്ടോ. ഇതാ 3 ഏലക്കായ നമ്മൾ ഗ്രാമ്പൂന്റെ അടുത്ത് അങ്ങനെ കല്ലുപ്പില് മുകളിൽ തന്നെ വെതറി വെച്ച്. പിന്നെ നമ്മൾ ഇതിൽ വെക്കണത് എന്താണെന്നറിയോ, ലക്ഷ്മി ദേവിക്കും മഹാവിഷ്ണുവിനും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പച്ചക്കർപ്പൂരം. ഇതിന് ഭയങ്കര സുഗന്ധാട്ടോ. ധനവശ്യത്തില് മുന്നിൽ നിൽക്കണം. 108 ഇഷ്ടപ്പെട്ട വസ്തുക്കളിൽ പ്രധാനപ്പെട്ട വസ്തുവാണ് മഹാലക്ഷ്മിക്ക് നമ്മളെ പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരത്തിന് ഒന്നാമത്തെ സ്ഥാനാട്ടോ. ലക്ഷ്മി ദേവി കുടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പച്ചക്കർപ്പൂരം ഒരു കഷ്ണം വെച്ചാലും മതി. അപ്പൊ നമ്മൾ ഈ കല്ലുപ്പും പച്ചക്കർപ്പൂരവും ഒക്കെപ്പാടെ വെക്കുമ്പോഴോ ഇതൊരു ധനാകർഷണ കൂട്ട് തന്നെയാണ്. ഒരു പ്രത്യേക കൂട്ടാണ്. ഇത്രയും ഒരു ശക്തിയുള്ള കൂട്ടില്ല. അപ്പൊ നമ്മൾ ഈ പച്ചക്കർപ്പൂരം കൂടി ഇങ്ങനെ ഇതിന്റെ ഈ ഭാഗത്ത് നമ്മൾ വെക്കുക, കണ്ടല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു രൂപ നാണയം ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നമ്മള് ഇതിലിങ്ങനെ വെക്കുക, കണ്ടല്ലോ. ഇതിലിങ്ങനെ വെച്ചോളൂ കേട്ടോ, മുകളില് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക, എൻ്റെ വീട്ടിലത്തെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും തീർന്നു, ഇനി മുതൽ ഞാൻ സമ്പന്നനാണെന്ന് മനസ്സ് കരുതിയിട്ട് ഇത് എവിടെ വെക്കണം എന്ന് എല്ലാവർക്കും ഉണ്ടാവൂലേ. ഇത് ഏത് ദിവസം ചെയ്യണം എന്ന് എല്ലാവർക്കും ഉണ്ടാവും. മക്കളെ, നമുക്ക് ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട 7 ദിവസത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം ചൊവ്വ, വെള്ളി മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ്. അപ്പൊ നമ്മൾ ധനവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വെക്കണേ. മഹാബലി തമ്പുരാന്റെ മകൻ വരുമ്പോഴൊക്കെ നമ്മളെ വീട്ടിലെ എല്ലാവിധ പോസിറ്റീവ് എനർജി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ വെക്കണത്. അപ്പോൾ നമ്മൾ ഇത് എവിടെ വെക്കണം എന്ന് എല്ലാവരും ചോദിക്കും. അപ്പൊ നമ്മളിത് ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയിലെ തിരുവോണത്തിന്റെ അന്ന് മുതൽ നിങ്ങൾക്ക് തുടങ്ങാട്ടോ. തിരുവോണത്തിന്റെ അന്ന് നിങ്ങൾക്ക് രാവിലെ വൈകിട്ടോ ഇത് ചെയ്യാം. അല്ലെങ്കിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ. തിരുവോണത്തിന് നിങ്ങൾ ആഴ്ച നോക്കാനില്ല, മനസ്സിലായല്ലോ. തിരുവോണത്തിന് ആഴ്ച നോക്കണ്ട, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇത് ചെയ്യാം. രാവിലെ മുതൽ വൈകിട്ട് എപ്പോഴും ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ മാത്രം, ഈ 16 ദിവസത്തിന്റെ ഉള്ളില് ചൊവ്വ അല്ലെങ്കിൽ വെള്ളി. അപ്പൊ കുളിച്ച് വൃത്തിയായിട്ട് ഇത് എവിടെ വെക്കണം എന്ന് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. നിങ്ങൾ കിഴക്ക് ഭാഗത്ത് വെക്കാം, നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം, നിങ്ങൾക്ക് പൂജാമുറിയിൽ വെക്കാം. അപ്പൊ ഇത് വെക്കണ സ്ഥലം വൃത്തി ശുദ്ധിയുള്ളത് തന്നെ ആയിരിക്കണം. കാരണം ഇത് അത്രയും പവിത്രമായ സാധനങ്ങളാണ് നമ്മൾ ഈ വീട്ടിൽ വെക്കണത്. നമ്മളെ വീട്ടിലത്തെ എല്ലാവിധ നെഗറ്റീവ് എനർജിയും ദൃഷ്ടിദോഷവും പ്രാക്കുദോഷവും കണ്ണേറും എല്ലാം പോകും. പിന്നെ നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് കണ്ടാലും നമുക്ക് അവർക്ക് എന്തെങ്കിലും നമ്മളോട് നാവുകൊണ്ട് പറയും, ചിലവരെ കരിനാക്കുള്ള ആൾക്കാർ, അതൊന്നും നമുക്ക് തട്ടില്ല. ഇതിങ്ങനെ നിങ്ങൾക്ക് വെക്കാട്ടോ. ഇത് ഈ 16 ദിവസം വരെ അവിടെ ഇരുന്നോട്ടെ. കല്ലുപ്പ് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരും. അപ്പൊ നിങ്ങൾ ഈ കോയിൻ മാത്രം എന്ത് ചെയ്യണമെന്നോ, കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ പൂജാമുറിയിലെ ആ ഭണ്ഡാരപ്പെട്ടിയുള്ളവരെ അങ്ങനെ വെച്ചോളൂ. അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ കാണിക്ക പോലെ ഈ 1 രൂപ മാത്രം നിങ്ങൾ വെച്ചോളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചവിട്ടാത്തൊരു ഭാഗത്ത് കൈകൊണ്ട് തൊടാതെ വെള്ളം ഒഴുക്കിയിട്ട് തെങ്ങിന്റെ ചുവട്ടിലോ എവിടെയെങ്കിലും ചവിട്ടാത്ത ഭാഗത്ത് വെള്ളം പാർന്നിട്ട് വേണം കേട്ടോ. എന്നിട്ടാണ്ട് ഒഴുക്കി കളയുക, കൈകൊണ്ട് തൊടരുത്. പിന്നെ നമ്മളിങ്ങോട്ട് പോരുമ്പോ തിരിഞ്ഞു നോക്കണ്ട. കാരണം നമ്മളെ വീട്ടിലെ നെഗറ്റീവ് എനർജി നമ്മൾ തൂത്തെറിഞ്ഞു തന്നെയാണ്. കാലും മുഖം കഴുകി തുടച്ചിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് കയറാൻ. തുടയ്ക്കണം എന്നല്ല, കാലും മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ വീട്ടിലേക്ക് കയറാൻ. അപ്പൊ ഇതെല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. ഇത് ചെറിയൊരു ടിപ്പാണ്, അമ്മ ചെയ്തു നോക്കണ കാര്യങ്ങളാണത്. നല്ല എന്താ പറയാ, ധനാകർഷണത്തിന്
അത്രയും ഒരു വലിയൊരു സംഭവമില്ല കേട്ടോ, രഹസ്യക്കൂട്ടാണത്. അപ്പൊ ഇത് എല്ലാവരും ചെയ്തു വെക്കണം. ഇത് ചെയ്യുമ്പോൾ 10 ആളോട് പറയണ്ട ഞാൻ അങ്ങനെ ചെയ്തണം എന്നുള്ളത് ആരോടും പറയണ്ട. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ രഹസ്യമായിട്ട് ഇത് ചെയ്യാവുള്ളൂ, ആരോടും പറഞ്ഞു ചെയ്യരുത് കേട്ടോ. അപ്പൊ പറഞ്ഞു ചെയ്താൽ അതിന് ഫലം കുറയുന്ന അർത്ഥം. അപ്പൊ നമ്മളിത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവരും ചെയ്തു നോക്കണം, നമ്മുടെ മക്കളൊക്കെ കേട്ടോ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങളിത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ല, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ, അതൊരു പുണ്യാണ്, എല്ലാവരും അറിഞ്ഞോട്ടെ. ധനാകർഷണത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ളത് എല്ലാവർക്കും ഒന്നും അറിഞ്ഞോളന്നില്ല. പല ആൾക്കാർക്കും അറിയാം, പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും 7 കൂട്ടം ഒന്നിച്ചിട്ടൊന്നും ആരും വെക്കുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ ഇത് 7 കൂട്ടം നമ്മൾ ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്പൽ സമൃദ്ധിയാണ്. ആഴ്ചയിൽ 7 ദിവസമാണ്, ആ ഒരു സങ്കല്പത്തിലും കൂടിയാണ് നമ്മൾ ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അമ്മടണം അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.